മാത്രം ഈയുടുപ്പു മാറ്റുവാൻ രാപ്പകൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്നു. രാപ്പകലാ ദൈവനാമം പാടി പാടി വാഴ്ത്തുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട യാത്രയിൽ ഭൂമിയിൽ ഞാൻ ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. മുന്നമേ തൻ വൻകൃപയാൽ തന്നു സ്വർഗദർശനം. താരദീപമേന്തി ദൂതർ എന്നെ കാത്തു നിൽക്കുന്നു. സ്വർഗരാജ്യം ഹാമനോജ്ഞം സ്വപ്നത്തേക്കാൾ സുന്ദരം. ഭൂവിലെല്ലാം നിഴലു മാത്രം പൂർണ്ണത സ്വർഗത്തിൽ മാത്രം. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. ശുദ്ധന്മാർക്കങ്ങു നൽകിയിടുന്നതാം ശ്രേഷ്ഠമാമവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു നിത്യം സ്തോത്രം പാടും ഞാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ.
കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ, നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും, പുഴക്കടലിൽ ചേരും പോൽ. മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും, ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും,
എൻ പേർക്കായി ക്രൂശിതനായവനേ, എന്നരുതേ എന്നുടെ തിന്മകളെ, അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും, പുഴക്കടലിൽ ചേരും പോൽ. മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും, ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ.
യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീഥിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖ ദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്തു നൊന്തു നീറേണ്ടൻ പ്രിയരേ. സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ. സ്വർഗതാ
ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എന്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിന്ന വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടചൊല്ലുന്നെൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അനുഭവിക്കുന്ന പാപിയുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പണിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും അഗ്നിയുമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു.
എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എനിക്ക് ആശ്രയം, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ വിയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. ലോകം വർദ്ധം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുതയിലില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. ചിറകുപടർത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയെ അഖിലേശൻ നിശികാരാജനെടുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരെ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നീ അണിയുമ്പോൾ കരുണയോടെന്നെ നിർത്തമേ. നല്ലവരത്തു വരം ഭാഗേ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി പൗലോസിഹ കണക്കെഴുതിയ ലേഖനം അധ്യായം 4:13 മുതൽ 18 വചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെപ്പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോ മരിച്ചവരെയും വീണ്ടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കും കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് ശിക്ഷ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. നിശികാൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാൽ നാം കർത്താവിന്റെ വിജയത്തിനായി അവനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും.
ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാഗം പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, നെടുപ്പറമ്പിൽ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ തലമുറയിലെ കാണപ്പെട്ട കാരണവരായി 94 കടന്ന് 95-ാമത്തെ വർഷത്തിലേക്ക് കടന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിതം ഇതാ പെട്ടെന്ന് നിലച്ചിരിക്കുകയാണ്. നമുക്കേവർക്കും പ്രിയങ്കരനായി തീർന്ന നെടുപ്പറമ്പിലെ കൊച്ചുകുട്ടിയപ്പാപ്പൻ എന്നറിയപ്പെടുന്ന കുരുവിള ഇന്ന് നമ്മോടെല്ലാം യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. ഈ കുടുംബത്തിലെ കാരണവര് എന്നുള്ള നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്നു. എങ്കിലും അദ്ദേഹം ഈ കുടുംബത്തിൻ്റെ മാത്രം കാരണവരായിരുന്നില്ല, നാടിൻ്റെയും നാട്ടാരുടെയും കൂടി പ്രിയപ്പെട്ട ഒരു കാരണവർ തന്നെയായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയാതെ എന്നേക്കാൾ കൂടുതലായി നിങ്ങൾക്കറിയാം. ഏതായാലും ആദ്യമായിട്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിച്ചിന് ഇന്നിവിടെ വരാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. നമ്മുടെ കോട്ടയം രൂപതയിലെ വൈദികർക്കെല്ലാം കൂടിയുള്ള ഒരു പ്രസിദ്ധീകരണം ഇന്നലെ മുതൽ ആരംഭിച്ചു. നാളെ അത് അവസാനിക്കുകയുള്ളൂ. അച്ഛനെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ അച്ഛനെ ഏൽപ്പിക്കുകയാണ്, അച്ഛൻ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളുക, ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ തന്നൊരു ഓഫീസിലേക്ക് ചെല്ലിട്ടായി പോയതെന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെയും അച്ഛൻ്റെ അച്ഛൻ്റെയും കൂടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന നാനാജാതി മതസ്ഥരും നാട്ടുകാരുമായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ കുടുംബാംഗങ്ങളോട്, പ്രത്യേകിച്ച് സന്തപ്തചിത്തരായിരിക്കുന്ന മക്കളോടും കൊച്ചുമക്കളോടും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോടും ഞങ്ങളുടെ അനുശോചനം ആദ്യമായി അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ സൗമന്യത്തിന് ചുറ്റും നിൽക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് 2 പ്രധാനമായിട്ടുള്ള വികാരങ്ങളാണ് രസിച്ചിരിക്കുക. ഒന്ന് ദുഃഖത്തിൻ്റെതാണ്. എന്നാൽ ആ ദുഃഖം സന്തോഷമാക്കി മാറ്റുവാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട് എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മരണം എപ്പോഴും ഒരു വേർപാട് തന്നെയാണ്. എങ്ങനെ സംഭവിച്ചാലും ചിലപ്പോൾ വളരെ ദീർഘമായ രോഗത്തിനടിമയായി വളരെയധികം യാതന അനുഭവിച്ച് മരിക്കേണ്ടി വന്നാൽ പോലും മരണം അല്ലെങ്കിൽ വേർപാട് എന്നത് ദുഃഖത്തിന് തന്നെ കാരണം നൽകുകയാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ, ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ, പിതാവ്, മക്കൾ എന്നുള്ള നിലയിൽ കൊച്ചുകുട്ടിയപ്പാപ്പനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാര്യമാര് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതാണ് ഞാൻ പറയാൻ കാരണം. ആദ്യത്തെ ഭാര്യ കാലത്തിൽ നിര്യാതിയായി, 2ാമത് വിവാഹം കഴിച്ചു. അങ്ങനെ 2 ഭാര്യമാരിലായിട്ട് 15 മക്കളുടെ പിതാവായ അദ്ദേഹം ആ 2 ഭാര്യമാരിലും ദൈവം നൽകിയ മക്കളെ ദൈവത്തിന് മക്കളായി തന്നെ വളർത്തുവാനുള്ള വ്യഗ്രതയോടുകൂടി അദ്ദേഹം ജീവിച്ചതിനാണ്. അതുപോലെ തന്നെ ആ മക്കൾ എല്ലാ തരത്തിലും പിതാവിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം വിശ്വാസമാണ്. ദൈവത്തിൽ നമുക്കുള്ള അചഞ്ചലമായ വിശ്വാസം. ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നതിന് വേണ്ടി തന്നെ, അഥവാ ഒരിക്കലും പറ്റാത്ത ആ സൗഭാഗ്യത്തിന്റെ ഉറവിടമായിരിക്കുന്ന പരദീസായിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തിൽ തന്നെ പങ്കുചേർന്ന് അനന്തതയിൽ നിത്യമായി വിശ്രമം കൊള്ളുവാനുള്ള ആ ലക്ഷ്യത്തോടു കൂടിയാണ് നാം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ ഒരു യോഗ്യത നേടുവാൻ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചില മെറിറ്റുകൾ നമ്മൾ സ്വന്തമാക്കുവാൻ വേണ്ടി മാത്രമാണ്
ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കുറേ നാൾ അനുവദിക്കുക. ആ ദൈർഘ്യത്തിന് ഏറ്റവ്യത്യാസമുണ്ട്. ചുരുങ്ങിയ വർഷങ്ങളായിരിക്കാം, സുദീർഘമായ വർഷങ്ങളായിരിക്കാം. കൊച്ചുകുട്ടി അപ്പാപ്പനെ സംബന്ധിച്ച് 94 കടന്ന് 95 പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നല്ല കാലഘട്ടം തന്നെയാണ്. ഭാഗങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാരെ എല്ലാവരും ആ വേദന അവരിന്ന് പങ്കിട്ട് അനുഭവിക്കുകയാണ്. ആ വേദന പരസ്പരം നിങ്ങൾ ഷെയർ ചെയ്ത് വേണം ആശ്വാസമാക്കി മാറ്റുവാനെന്ന് കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. കഴിഞ്ഞാലും തിരക്കിടില്ല. ക്രൈഔട്ട് എന്ന് പറയുന്നത് ഒരു നല്ല വെന്റിലേഷനാണ്. നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെ, ദുഃഖം തളകെട്ട് നിൽക്കുമ്പോൾ അതിന് കൊടുക്കുന്ന വെന്റിലേഷനാണ് കരച്ചിലെന്ന് പറയുക. അപ്പം കരയുന്നവരെ ആരും അത്ര നിർബന്ധിച്ച് ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം കരഞ്ഞു തന്നെ കണ്ണുനീർ കുറച്ച് വാർന്നു തന്നെ ആ ദുഃഖം അങ്ങ് ശമിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ആ നിലയിൽ നമ്മുടെ ദുഃഖങ്ങളെ പരസ്പരം പങ്കുവയ്ക്കുക. വളർന്നു വന്നു അവരും പലരും ആ കാലത്ത് തന്നെ മരണമടഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. രണ്ടാമത് പുനർവിവാഹം കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ 15 മക്കളുടെ പിതാവായിട്ട് അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചു. അത് ആ പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. അതുപോലെ തന്നെ നല്ല ഒരു അയൽക്കാരനായിട്ടും നല്ല സുഹൃത്തായിട്ടും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ് അനുഭവിക്കുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയാൻ ഞാൻ ആ ഭാഗത്തേക്ക് അധികം കിടക്കുന്നില്ല. അടുത്ത് വന്നിട്ട് സ്വതസിദ്ധമായിട്ട് അദ്ദേഹത്തിലൊരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ചോദിക്കും, എപ്പോഴാണ് വന്നേ, എന്താണ് വന്ന്, എന്നാണ്, എന്തെടുക്കുന്നു, എന്ന് തിരിച്ചു പോകും, ഇങ്ങനെയുണ്ട്, സുഖമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ എപ്പോഴും ഓടി വന്ന് ഞാൻ അടുത്ത് വരുമ്പോഴായിരിക്കും കാണുന്നത്. അങ്ങനെ എപ്പോഴും. അതുകൊണ്ട് എനിക്ക് കുഞ്ഞുകുട്ടി അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ നല്ലപോലെ പേരറിയാം. കുരുവിളയാണോ എന്ന് ഞാനിപ്പോൾ ചോദിക്കുകയായിരുന്നു. അതെ, കുരുവിള എന്ന് മുഹമ്മദ് സാ പേരുണ്ടെങ്കിലും കുഞ്ഞുകുട്ടി അല്ലെങ്കിൽ കൊച്ചുകുട്ടി എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ഇങ്ങനെ ഒരു കുശലം പറയും. സുസ്മേരവതനായിട്ട് അവിടെ നിന്നുകൊണ്ട് അല്പം ചോദിച്ചിട്ട് ഞാൻ തിരക്കിലാണ്, ഇങ്ങോട്ട് ഓടുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? അവിടെ ഏതോ വർക്ക് പ്ലേസിലേക്കാണ് പോകുന്നത്, കൈക്കാരൻ്റെ ചുമതല നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉത്തരവാദിത്വം പോകണം. അതായത് സ്വന്തം വീടിലേക്ക് ആ താല്പര്യങ്ങളങ്ങ് വിട്ടിട്ട് തൽക്കാലത്തേക്ക് മറന്നിട്ട് പള്ളിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഇടവക ജനം അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ പ്രായോഗികമാക്കുന്നതിന് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അദ്ദേഹം പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമത്തിനിടയിൽ അദ്ദേഹം ഭക്ഷണം പോലും മറന്നുപോകും. അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളെല്ലാം പരിത്യച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നതിൻ്റെ മുഖമാണ് ഞാൻ അതിൻ്റെ മതത്തെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പള്ളിക്കൂടം എന്ന് പറയുക. അങ്ങനെ പള്ളിക്ക് വേണ്ടി ആരംഭിച്ച് പള്ളിക്കൂടത്തിന് വേണ്ടി തുടർന്ന് നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഇദ്ദേഹം. അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് അദ്ദേഹം ജീവിച്ചു. അപ്പോൾ ഇങ്ങനെ ജീവിച്ച് 95-ാമത്തെ വയസ്സിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിന്റെ അവസാനം ഉണ്ടാകില്ലേ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അധികം നാളൊന്നും കടന്ന് ബുദ്ധിമുട്ടാകുകൊണ്ട് തന്നെ അദ്ദേഹം കടന്നു പോവുകയാണ്. അസുഖങ്ങളുണ്ടായിരുന്നു, വാർദ്ധക്യസഹിതമായ രോഗമുണ്ടായിരുന്നു, പെട്ടെന്ന് ഹാർട്ടിന്റെ പ്രശ്നമുണ്ടായി അദ്ദേഹം മരിക്കുകയാണ്. അധികം നാൾ കിടന്ന് വിഷമിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടാകാതെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹം വേർപിരിയുകയാണ്. ജനമർപ്പിച്ച വിശ്വാസത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ചുമതല ബോധത്തോടുകൂടി അദ്ദേഹം വീണ്ടും നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്തു. അങ്ങനെ സമൂഹത്തിന്റെ ഒരു സാമൂഹ്യ സേവകനും സാമൂഹ്യ പ്രവർത്തനം കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള മനോഹരമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ സന്തോഷത്തോടു കൂടി പൗലോസ് പറഞ്ഞ അതേ വീര്യത്തോടും വാശിയോടും കൂടി തന്നെ സന്തോഷ നിമിത്തനായിട്ട് അവന് നിത്യശാന്തി ഞാൻ നേരുകയാണ്. ഒരിക്കൽ കൂടി ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം അനുശോചനം ഞാൻ അറിയിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഈ കുടുംബം സൗഭാഗ്യകരമായി മുമ്പോട്ട് പോകുന്നതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൽപ്പനയായി പുറപ്പെടുന്ന ഈ ആത്മാവിനെ വിദ്യാനന്ദ പ്രബോധനമായി തീരുവാൻ നിന്റെ പരിശുദ്ധ കണ്ണുകളിനോട് പ്രാർത്ഥിക്കുന്നു. ജാഗ്രതയുടെ അമൂല്യമായ രക്തചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യത്തിന് സുരക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായി ദിവസത്തിന്റെ മഹത്വത്തിൽ പറക്കാൻ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും അവകാശാക്കുകയും പ്രാർത്ഥിക്കുന്നു. ആശ്രയിക്കാൻ വേണ്ടി ലാസിന്റെ മനസ്സോടെ സിദ്ധിമിശായി കരുതൽ കണ്ണു കൊടുക്കുകയും അവരെ ആശ്രയിക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. പാവങ്ങൾ പുറത്തുന്നതിനുമായ മിശായി നിന്റെ ദാസിന്റെ പാവങ്ങൾ പുറത്തുകയും അയാൾ കുടുംബാംഗങ്ങൾ ശാസ്ത്രക്കാരെ ആശ്രയിക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു.
സഭയിലും പുണ്യങ്ങളുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങളും മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ ആകാശത്തിലും ഭൂമിയിലും സുതർക്കനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാൻ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ കൂടെ പോലും ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുല മാനസനായി, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞു ചിലകം കടൽ പോലെ. മരണം എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായി കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയെന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ധർമ്മസ്ഥർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ. അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും
ഞാനെന്നിൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെന്നിൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു. ശബ്ദമുയർത്തും
വിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറുടെ ഭദ്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറുടെ നീ പുറത്തിരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാശവും പുത്രനും വിശുദ്ധാത്മവുമായ സർവേശ്വര. പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നിർത്തണമേ നല്ലവരത്തുവാകേ ആകാശവും ഭൂമിയിലേതാകുന്നു, ആകാശമീ പുലവും പാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ വദനായുസ്സും. അവന്റെ സന്തോഷത്തിനാനന്ദിക്കും നീ ചോദവും ശരീരമാരോടെ ഉൾക്കൊണ്ടവരാം നിൻസുരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. ആദിമുതലുള്ളവയെല്ലാം കഴിവായ എന്നുടെ നാഥാ നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ ശരിയായ വിധിക്കല്ലേ. ജീവൻ നൽകി പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലേ സർവാധിപനം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യമർത്യൻ പരിശുദ്ധൻ, നിന്റെ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പ്രതികൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാരുണ്യമേഴും പിരിയാവാനവരാജ്യം നേടും മനുജഭായം. കാരുണ്യമേഴും
ജീവനേമനത്തിന്റെയും നാഥം പിതാവും തങ്ങളുടെ ശുദ്ധാത്മാവുമായ മരിച്ചവരെ കരുണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെയാപുരം പരിപാലിക്കണമേ, ഉത്താനന്ദിച്ച് മരണമഴവേ മക്കളിറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഒരു കഷ്ടമായോ എപ്പോൾ മഹനീയമായി ഉപജീവനം നൽകി സ്വർഗാധിമാകുന്ന ഓർമ്മയിലേക്കായി പ്രവേശിപ്പിക്കുന്നതാകട്ടെ. നാമനിർവഹണപ്പെട്ടപോയും സിഹായിയുടെ മൗര്യത്തിലേക്ക് അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിച്ചിട്ട് അവരുടെ കഥനിരന്തരം നിർത്തുകയും ചെയ്യട്ടെ. അവരുടെ പ്രസാദങ്ങൾ നിരന്തരം വർഷിക്കുകയും കാരുണ്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും